ഒരു നിഗൂഢ സന്ദേശം. ആയത്തുള്ള അലി ഖാംനി കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്കകം ഇറാനിൽ നിന്നുമാണ് ഈ ഒരു റേഡിയോ ഫ്രീക്വൻസി സന്ദേശം പുറപ്പെട്ടിട്ടുള്ളത്. ഇത് ഇറാന്റെ അകത്തല്ലായിരുന്നു, ഇറാന്റെ പുറത്തോട്ട് പല യൂറോപ്യൻ രാജ്യങ്ങളോട്ടും അതുപോലെ തന്നെ അമേരിക്കയിലോട്ടും മാറി മാറി ഈ ഒരു സന്ദേശം കൈമാറിക്കൊണ്ടേയിരുന്നു. ഇത് കഴിഞ്ഞ 5 ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ്ലി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നിഗൂഢമായിട്ടുള്ള ഒരു സന്ദേശമാണ്. ഇത് എന്താണെന്ന് കണ്ടെത്താൻ ഇതുവരെ ആർക്കും പറ്റിയിട്ടില്ല. അമേരിക്കയുടെ മുതിർന്ന ഫെഡറൽ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വലിയ ഹാക്കേഴ്സും ഇതിൻ്റെ പിന്നാലെയായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. ഇതിന്റെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലെ റേഡിയോ സ്റ്റേഷനിലോട്ട് ഇത് കൈമാറിക്കൊണ്ടേയിരിക്കും. ഇത് ജാം ചെയ്യാൻ പല ആളുകളും ഇപ്പം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇറാന്റെ സ്ലീപ്പർ സെല്ലുകളുടെ അടുത്തോട്ട് പോയിട്ടുള്ള സന്ദേശമാണെന്നാണ് അമേരിക്കയുടെ ഫെഡറൽ CIA ഉദ്യോഗസ്ഥർ ഇപ്പം പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ ഇതാണ് കേട്ടോ. അതായത് ഖാംനി മരിച്ച് മണിക്കൂറുകൾക്കകമാണ് ഇത്തരത്തിലുള്ള ഒരു റേഡിയോ സന്ദേശം. അത് തന്നെ പേർഷ്യൻ ഭാഷയിൽ മറ്റ് ചില അക്ഷരങ്ങളും അക്കങ്ങളും കൂട്ടിയിട്ടുള്ള ഒരു പ്രത്യേകതരം മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സന്ദേശം. അതായത് ഇൻ്റർനെറ്റിനോ അതല്ലെങ്കിൽ മറ്റ് ഒരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ പുറത്തായിട്ട് മറ്റ് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ചില റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചിട്ട് ശീതകാല സമരങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള തരത്തിലുള്ള ഒരു പ്രാകൃതമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഇത്തരത്തിലുള്ള സന്ദേശം എന്താണെന്നാണ് പലരും ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻകൂട്ടി നിർദ്ദേശം ലഭിച്ച ആളുകൾക്ക് മാത്രമേ ഇത് ഡീകോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കാത്തോടത്തോളം കാലം ഈ സന്ദേശത്തിൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ സത്യം എന്താണെന്ന് ആർക്കും തിരിച്ചറിയാനും പറ്റില്ല. ഇറാനിലെ സ്ലീപ്പർ സെല്ലുകൾക്ക് കൈമാറിയിട്ടുള്ള സന്ദേശമായിരിക്കാം എന്നാണ് ചില അമേരിക്കൻ ഉദ്യോഗസ്ഥർ CIA വിദഗ്ധരൊക്കെ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യുദ്ധസമയത്ത് മാത്രം പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന പഴയ റേഡിയോ ശൃംഖലകൾ യൂസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ പാസ് ചെയ്തിട്ടുള്ളത്. ഇത് പുറത്തുള്ള സ്ലീപ്പർ സെല്ലുകളെ ആക്ടിവേറ്റ് ചെയ്ത് തിരിച്ചടിക്കാനുള്ള സമയങ്ങളിൽ തിരിച്ചടിക്കണം എന്നുള്ള ഒരു സന്ദേശമായിരിക്കാം എന്നും ചില ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി ഈ നിഗൂഢ സിഗ്നൽ, ഈ മിസ്റ്റീരിയസ് സിഗ്നലിനെ പറ്റി കൂടുതൽ നമുക്കൊന്ന് നോക്കാം. യുദ്ധത്തിൻ്റെ ആദ്യ ദിവസമായിട്ടുള്ള ഫെബ്രുവരി 28-ാം തീയതിയാണ് ഈ ഒരു സന്ദേശങ്ങളിൽ പുറപ്പെട്ടിട്ടുള്ളത്. അതായത് ഇറാനിലോട്ടുള്ള ആക്രമണം USA അതുപോലെ തന്നെ ഇസ്രായേലും തൊടുത്തുവിട്ട് ഖാംനി കൊല്ലപ്പെട്ടു എന്നറിഞ്ഞതിന് കുറച്ച് മുൻപായിട്ടാണ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലോട്ടും സ്പ്രെഡ് ചെയ്തതായിട്ട് കണ്ടിട്ടുള്ളത്. ഇത് രാജ്യത്തിനകത്ത് ഒതുങ്ങി നിൽക്കാണ്ട് ഇത് യൂറോപ്പിലോട്ടും അതുപോലെ തന്നെ അമേരിക്കയിലോട്ടും അവിടെ നിന്ന് തിരിച്ചും പാസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രത്യേകതരം സന്ദേശമായിരുന്നു. ഇനി ഇതിൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേർഷ്യൻ ഭാഷയിലായിരുന്നു ഇതിൻ്റെ ഉള്ളടക്കം. അതായത് പേർഷ്യൻ ഭാഷയിൽ അറ്റൻഷൻ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കുറച്ച് നമ്പറുകളാണ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് 3 തവണ ആയിരുന്നു ഇത്തരത്തിലുള്ള സന്ദേശം ഒരു സമയത്ത് പാസ് ചെയ്തുകൊണ്ടിരുന്നത്. പേർഷ്യൻ ഭാഷ, അതായത് പാഴ്സി ഭാഷയിൽ തന്നെ ആയതുകൊണ്ട് ഇത് ഇറാനിയൻ അല്ലെങ്കിൽ ഇറാൻ്റെ അകത്തുള്ള നേതാക്കൾ ആരെങ്കിലും അവർക്ക് അല്ല അവരുടെ സ്ലീപ്പർ സെല്ലുകൾ പുറത്തുള്ളവർക്ക് പാസ് ചെയ്തിട്ടുള്ള ആയിരിക്കാം. ഇനി അതല്ല, ഇറാൻ്റെ അകത്തിരിക്കുന്ന അമേരിക്കയുടെയും CIA അതുപോലെ തന്നെ മൊസാദിൻ്റെയും ഏജന്റുമാർ തന്നെ പുറത്തോട്ട് മറ്റു പലർക്കും കൊടുത്ത സിഗ്നൽ ആയിരിക്കാം, അവർ തിരിച്ചും കൊടുക്കുന്ന സിഗ്നൽ ആയിരിക്കാം എന്നും ചില ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ഒരു തരത്തിലുള്ള ഒരു മാനസിക യുദ്ധം, അതായത് ഇറാൻ്റെ അകത്തും ഒരുപാട് CIA അതുപോലെ തന്നെ മൊസാദിൻ്റെ ഏജന്റുമാരുണ്ട് എന്ന് കാണിച്ച് പരിഭ്രാന്തിപ്പെടുത്താനുള്ള മറ്റൊരു റിവേഴ്സ് ടെക്നോളജി ആയിരിക്കും കൊണ്ടുവന്ന് ചില ആളുകൾ ഇതിനെപ്പറ്റി അഭിപ്രായം ഇപ്പം പറയുന്നുണ്ട്. ഇനി ഇതിന് പ്രത്യേക ക്രമത്തിലാണ് ഈ ഒരു മെസ്സേജ് വായിച്ചിട്ടുള്ളത്. അതായത് അക്കങ്ങളുടെ ഒരു നിര 2 തവണ വായിക്കും. അതിനുശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷം തുടർന്ന് ശ്രദ്ധിക്കുക, അറ്റൻഷൻ എന്ന അർത്ഥത്തിലുള്ള പാഴ്സി ഭാഷ 3 തവണ പറഞ്ഞു പോയിട്ടുണ്ട്. ഇതിനുശേഷം വീണ്ടും ഈ അക്കങ്ങൾ വായിച്ച് തുടങ്ങുന്നു. ഇതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ഇറാനിൽ നിന്നും അതുപോലെ തന്നെ ഇത് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഉറവിടം പല രാജ്യങ്ങളിലെ പലതരം റേഡിയോ സ്റ്റേഷനുകളായിട്ടാണ് ആളുകൾക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഇതിനെപ്പറ്റി കൂടുതൽ ആർക്കും ഇതിൻ്റെ ഡീകോഡിങ് എന്നുള്ളൊരു കാര്യത്തിലോട്ട് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. കാരണം ഇത് മുൻകൂട്ടി അറിയിച്ചിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ഈ അക്കങ്ങളുടെ ഇടയിലുള്ള മെസ്സേജ് എന്താണെന്ന് അറിയാൻ പറ്റുന്നുള്ളൂ. ചില ആളുകൾ ഇതിനെ നമ്പർ സ്റ്റേഷൻ എന്ന് പറയുന്നുണ്ട്. ഈ നമ്പർ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യാന്വേഷണ ഏജന്റുമാർക്ക് എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശങ്ങൾ അയക്കാനുള്ള ഒരു ശീതകാല യുദ്ധത്തെ നടത്തിക്കൊണ്ടിരിക്കുന്ന രീതിയാണ് ഈ പറഞ്ഞ നമ്പർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് ഇത്തരത്തിലുള്ള ഒരു നമ്പർ സ്റ്റേഷൻ ആണെന്നാണ് പല ആൾക്കാരും ഇപ്പം വിദഗ്ധമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തകർക്കാൻ കഴിയാത്ത കോഡാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു പ്രത്യേകതരം ഡീകോഡിംഗ് കീ ഇല്ലാണ്ട്, മുൻകൂട്ടി പറഞ്ഞു കൊടുത്തുള്ള ഡീകോഡിംഗ് കീ ഇല്ലാണ്ട് ഈ സന്ദേശത്തിൻ്റെ ഗണിതശാസ്ത്ര
ചരിത്രപരമായിട്ട് വേർതിരിച്ചെടുക്കാൻ ആർക്കും സാധ്യമല്ല എന്നാണ് മറ്റൊരു പറച്ചിൽ. ഇനി ഇത് ജാം ചെയ്യാൻ, അതായത് ഈ ഒരു സന്ദേശത്തിനെ ജാം ചെയ്യാനുള്ള നീക്കങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എവിടുന്നോ നടക്കുന്നുണ്ട്. തുടങ്ങിയിട്ടുള്ള, അതായത് യുദ്ധം തുടങ്ങി 5-ാം ദിവസം സിഗ്നലിനെ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. എന്നാൽ സംരക്ഷണം നിലച്ചിട്ടില്ല, ഇപ്പോഴും അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പകരം മറ്റ് ഫ്രീക്വൻസിയിലോട്ട് മാറ്റി ഇത് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇതിൻ്റെ നിഗമനങ്ങൾ പലതാണ്. ഇതിൻ്റെ പിന്നിൽ ആര് എന്നുള്ള നിഗമനം, ഇറാൻ സർക്കാർ സാധാരണയായിട്ട് പേർഷ്യൻ ഭാഷയിലുള്ള വിദേശ ചാനലുകളെ അല്ലെങ്കിൽ വിദേശ ഫ്രീക്വൻസികളെയാണ് ജാം ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറ്. പക്ഷേ ഇതൊരു പേർഷ്യൻ ഭാഷ സ്വന്തം നാടിനകത്തും തന്നെ പ്രഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും ഇറാൻ ആയിരിക്കും ഇത് ജാം ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് എന്ന് വിശ്വസിക്കാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആളുകൾ ഇത് CIA അല്ലെങ്കിൽ മൊസാദിൻ്റെ മറ്റു തരത്തിലുള്ള ചാരന്മാരുടെ ഒരു സന്ദേശമായിരിക്കാം, അവർ തന്നെ ഏതൊരു സമയത്ത് ഇത് ജാം ചെയ്ത് ക്ലിയർ ചെയ്യാനുള്ള നീക്കങ്ങളായിരിക്കാം എന്നാണ് ഇപ്പം മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഒളിച്ചിരിക്കുന്ന ചാരന്മാർക്ക് വ്യക്തമായിട്ടുള്ള സിഗ്നൽ കൊടുത്തുകൊണ്ടിരിക്കാം, അവരെ എപ്പം ആക്ടിവേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു തരത്തിലുള്ള രഹസ്യ സന്ദേശമായിരിക്കാം ഐദർ ഇത് ഇറാൻ്റെ സൈഡിൽ നിന്നോ അതല്ലെങ്കിൽ മൊസാദിൻ്റെ അല്ലെങ്കിൽ CIA സൈഡിൽ നിന്നോ ഉള്ളതായിരിക്കാം എന്നാണ് ഇപ്പം ഈ ഒരു സമയം വരെയുള്ള ഇതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് ആളുകൾ പറയുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ നമ്മൾ നോക്കുന്നുണ്ട്. ഞാൻ ചില ചാനലുകളിൽ നിന്നാണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതിൻ്റെ. അപ്പം ഈ ഒരു കാര്യം മാത്രമല്ല, ഇന്നലെ അമേരിക്കയുടെ സൈഡിൽ നിന്ന് ഇപ്പം ഒരു ഫോക്സ് ന്യൂസിൻ്റെ ഒരു ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അമേരിക്കൻ പട്ടാളക്കാർ 2500ഓളം പട്ടാളക്കാരെ വീണ്ടും ഇറാനിലോട്ട് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഭാഗത്തോട്ട് അമേരിക്ക വിടുന്നതായിട്ടുള്ള ചില ന്യൂസുകൾ വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻറ്റഗണിൻ്റെ ഒരു മറൈൻ എക്സ്പെഡിഷനറി യൂണിറ്റിനെയാണ് ഏകദേശം 2500ഓളം സൈനികരുള്ള ഒരു മിഡിൽ ഈസ്റ്റ് ഭാഗത്തോട്ടാണ് ഈ ആളുകളെ പറഞ്ഞയച്ചിട്ടുള്ളത്. ഇവരുടെ കൃത്യമായ ലക്ഷ്യസ്ഥാനം സ്ഥിരീകരിച്ചിട്ടില്ലെന്നും ഇറാൻ്റെ എണ്ണ കയറ്റുമതിയുടെ 90% നടക്കുന്ന ബർഗ ഐലൻഡിനെ സുരക്ഷിതമാക്കാൻ ഇവരെ ഉപയോഗിച്ചേക്കാമെന്നുമാണ് ഇപ്പോഴത്തെ സൂചനകൾ പറയുന്നത്. അതായത് ഇറാൻ്റെ സൈഡിൽ നിന്നുള്ള ഇറാൻ്റെ 90% വരുന്ന എന്താ പറയുക പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ വരുന്ന ഒരു ഐലൻഡ് ഉണ്ട്, ഗാർക്ക് ഐലൻഡ്. അപ്പം ഇതിനെ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ ആളുകളെ അമേരിക്കൻ പെൻറ്റഗൺ ഇപ്പം എന്താ പറയുക വിട്ടിട്ടുള്ളത്. പെൻറ്റഗണിൻ്റെ ഒരു മറൈൻ എക്സ്പെഡിഷനറി യൂണിറ്റ് ആണ് എന്നാണ് ഇത് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ളൊരു ആക്ട് അല്ലെങ്കിൽ ഒരു ട്രൈ US സൈഡിൽ നിന്നുണ്ടെങ്കിൽ അത് ഒരു തരം കരയുദ്ധം തന്നെയാണ്. ഇറാൻ അതിന് ഏത് രീതിയിലായിരിക്കും ഇറാൻ അതിനെ എന്താ പറയുക പ്രതിരോധിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഏത് രീതിയിലാണ് എന്നും കണ്ടു തന്നെ അറിയേണ്ടി വരും. കരയുദ്ധത്തിലോട്ട് ഇത് കടന്നു കഴിഞ്ഞാൽ അത് ഇറാൻ എത്രത്തോളം സപ്പോർട്ടീവ് ആവും എന്നുള്ളത് നമ്മൾ പല മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ വരുമെന്ന് നോക്കാം. ഇതുകൊണ്ട് കഴിഞ്ഞില്ല, ഇന്നലെ ടെല്ലവീവിൽ മാരകമായിട്ടുള്ള മിസൈൽ ആക്രമണം തന്നെയായിരുന്നു ഇറാൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പുതിയ കുറേ എന്താ പറയുക അതിൻ്റെ ഫുട്ടേജുകളും വീഡിയോ ഫുട്ടേജുകളൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് 60-ലധികം ആളുകൾക്ക് പരിക്കുണ്ട്, ഗുരുതരമായിട്ടുള്ള പരിക്കുകളും മരണങ്ങളും ഉണ്ട് എന്നാണ് ഇപ്പോൾ പല ന്യൂസുകളും പുറത്തോട്ട് വരുന്നത്. ഇറാൻ്റെ 45ാമത്തെ തരംഗമായിരുന്നു, അതായത് മിസൈൽ തരംഗമായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടിട്ടുള്ളത്. മുസ്തഫ കാംനി മരിച്ചു എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ആൾക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റു എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്തും ഇറാൻ ശക്തമായിട്ട് തന്നെ ഇസ്രായേലിലോട്ട് ഇപ്പം എന്താ പറയുക മിസൈലുകൾ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലി ജനതയ്ക്ക് അവരുടെ ജീവിതം എത്രത്തോളം ദുരിതമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ ന്യൂസിലൊക്കെ അത് വളരെ ലിമിറ്റഡ് ആയിട്ടേ കാണിക്കുന്നുള്ളൂ. ഇറാൻ്റെ സൈഡിൽ ഇതുപോലെ തന്നെ ഇറാനും ഭയങ്കരമായിട്ടുള്ള നാശനഷ്ടങ്ങളും ഒരുപാട് പേരുടെ ജീവനും ജീവിതമൊക്കെ ഇല്ലാണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് ഈ യുദ്ധം മുന്നോട്ട് പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം യുദ്ധം ഒന്നിനൊരു പരിഹാരമല്ല എന്നുള്ളത്. എങ്കിലും ചില കാര്യങ്ങൾ, അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ സമയത്ത് നടക്കുക തന്നെ ചെയ്യും. അതാണ് ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ നമുക്കും പറയാനുള്ളത്. നമുക്കേതായാലും ഇന്നലെ നടന്നിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് തരിക. പുതിയ അപ്ഡേറ്റുകൾ നമ്മൾ ലൈവിലൂടെ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ആയിട്ട് പറയുന്നതായിരിക്കും. ശരി.